SM ടോക്സിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പറയുന്നത്. അതായത് ജോലി അന്വേഷിക്കുന്നതും ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനും ടെക്നോളജിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാര്യം. സോ ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താ ചോദിക്കാനുള്ളത്? ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും തന്നെ ജോബ് ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് സ്മാർട്ട് ന്യൂസിലെ തന്നെ നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് പോലും തന്നെ ഒരു ടെക്നോളജിക്കലി അപ്ഡേഷൻ വരുന്നതുകൊണ്ടാണ്. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി അപ്ഡേഷൻ എങ്ങനെയാണ് ജോബ് ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് അവർക്ക് പറഞ്ഞു. അതായത് എന്റെ അറിവിൽ ഞാൻ റീസെന്റ് ആയിട്ട് കേട്ട ഒരു അപ്ഡേറ്റഡ് ടെക്നോളജിയാണ് ATS CV എന്ന് പറയുന്നത്. ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. ഈ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യം, ഒരു കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരും. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ തരുന്ന സമയത്ത് 1000-ഓളം കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ HR സംബന്ധിച്ചിടത്തോളം ഓരോന്നും വായിച്ച് അതിലെ മികച്ചത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ഒരു സിസ്റ്റമാണ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVകളെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ അവര് പ്ലേസ് ചെയ്തിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും അവർ റിസീവ് ചെയ്തിട്ടുള്ള CVകളും ആ CVയിലുള്ള JD, ഈ CVയിൽ അവർ കൊടുത്തിട്ടുള്ള സ്കില്ലുകളും അവര് റിക്വയർ ചെയ്തിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും തമ്മിൽ സ്യൂട്ടബിലിറ്റി ഉള്ള അല്ലെങ്കിൽ മാച്ചിങ് ഉള്ള CVകളെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഈ 1000-ൽ നിന്നൊരു 10-ഓ 20-ഓ എടുക്കുന്നതിനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ജോബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യാൻ വേണ്ടി തരുള്ളൂ. നിങ്ങളുടെ CVയിലെ കീവേഡ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ആ കമ്പനിയിൽ ജോലി വേണമെന്ന നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവിടുത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ മേടിക്കുക. ആ ജോബ് ഡിസ്ക്രിപ്ഷന് വേണ്ട സ്കില്ലുകളെ നമ്മുടെ CVയിലേക്ക് കീവേഡ്സുകളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്കിൽ സെറ്റുകളിലേക്ക്, മൈ സ്കിൽസ് എന്ന് പറയുന്നതിലേക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഈ ATS സോഫ്റ്റ്വെയറിൽ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ CV ആ ഷോർട്ട് ലിസ്റ്റിൽ എന്താവും, വന്ന് ആഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ടെക്നിക്കലി നമുക്ക് CVയുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ നമുക്ക് ഇനി ജോലി അന്വേഷിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ സൈറ്റുകൾ, ഇൻഡീഡ്, OLX, പിന്നെ ഈ പറയുന്ന നമ്മുടെ വേറെ OLX പോലെയുള്ള സൈറ്റുകൾ വേറെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും സോഫ്റ്റ്വെയറുകൾ അതായത് അത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കൺസൾട്ടൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഇത്തരം സൈറ്റുകൾ ഇപ്പൊ ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ പലതും എന്റെ ഓർമ്മയിലില്ല. കാരണം ഇഷ്ടംപോലെ സൈറ്റുകൾ ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് അതിൽ വരാറുണ്ട്. ഡയറക്റ്റ് കമ്പനി ആണെന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കൺസൾട്ടൻസീസ് മേ ബി അതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാൻഡിഡേറ്റിലേക്ക് ഇത് കാണുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ അത് ജോലി ഡയറക്റ്റ് കമ്പനി ഓഫർ ചെയ്യണതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഡയറക്റ്റ് കമ്പനിയുടെ വേക്കൻസി അറിയാന്ന് പറയണതും, അല്ലെങ്കിൽ വേക്കൻസി അറിയാ, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെയാണ് കമ്പനി എന്നിട്ട് പോലും ജെനുവിൻ വേക്കൻസി എന്ന് വേണമെങ്കിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഫിംഗർ ടിപ്പിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഏറ്റവും അധികം ഒരു വൈസ് അല്ലെങ്കിൽ ഏറ്റവും അധികം അതൊരു നല്ല രീതിയിൽ ആ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് പല കാൻഡിഡേറ്റ്സിനും ജോബ് കിട്ടുന്നതിന് മുന്നേ കുറച്ചൊരു ലേസിനെസ് ഫീൽ ചെയ്യണം. അത് കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ എന്നുള്ളത്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ ആ ഒരു കമ്പനീനെ കുറിച്ചിട്ട് അറിയുന്നതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് സംസാരിച്ച് അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ കിട്ടും. ആ ഒരു സംസാരിക്കാൻ കിട്ടിയാൽ മാത്രം ഇന്റർവ്യൂ ഡീറ്റെയിൽസും പാക്കേജ് ഡീറ്റെയിൽസും ജോബിന്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു ബേസിക് കാര്യമാണ് ഈ പറഞ്ഞ പോലെ ടെലിഫോണിക് കൺഫർമേഷൻ എന്നുള്ളത്. അതാണ് ഇതിൽ എനിക്ക് പറയാനായിട്ടൊരു ആൻസർ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ജോലി അന്വേഷിക്കാൻ പറ്റുക. നമ്മൾ ജെനുവിനായിട്ട് ജോലി മാത്രം അന്വേഷിക്കുക. പിന്നെ ഈ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കി ഒന്നും കൂടെ പരിചയപ്പെടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി വാങ്ങാൻ വളരെ ഈസിയാണ് ഇന്നത്തെ കാലത്ത്. അത് വളരെ ടെക്നിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ട കാര്യങ്ങളിൽ അപ്ഡേറ്റ് ആയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് നീങ്ങുക. ഒപ്പം തന്നെ നിങ്ങൾ നല്ലൊരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളുടെ CV അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CV കറക്ഷൻ തൊട്ട് നിങ്ങളുടെ ട്രെയിനിങ്ങും നിങ്ങളുടെ ജോലിക്ക് അവിടെ കൊണ്ടിരുത്തുന്ന വരെയുള്ള എല്ലാ സർവീസും ഒരു കൊല്ലത്തേക്ക് വളരെ ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രം, വേറെ ഹാഫ് സാലറി ചാർജ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട. ആ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ CV ഒന്ന് അയച്ചാൽ മതി. സോ വൈൻഡപ്പ് ചെയ്യല്ലേ. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്നുകൂടെ ലൈവ് ആകും. ഓക്കെ, താങ്ക് യു, ബൈ.